കൊടുങ്കാറ്റടിച്ചു അല ഉയരും വൻ സാഗരത്തിനലകളിന്മേൽ വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളും വരും ജീവിതത്തിൻ പടകിലവൻ തരും ശാന്തി തന്ന വചനങ്ങളും ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ എൻ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ആഹാ ഇൻപം 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 ഇനി എന്നും ഇൻപമേ എൻ ജീവിതത്തിൽ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വിലപ്പെട്ട സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് കണ്ടുമുട്ടുവാൻ നിങ്ങളോടൊരുമിച്ച് എൻ്റെ സാക്ഷ്യം പങ്കിടുവാൻ ദൈവയുടെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. 1975 ജൂൺ മാസം 15-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന സമയത്താണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായിത്തീർന്നത്. അതൊരു ആത്മഹത്യാ ശ്രമത്തിൽ നിന്നാണ് കർത്താവ് എന്നെ രക്ഷിച്ചത്. ഒരു വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് ബോധ്യമായൊരു കാര്യം വീണ്ടും ജനനം അനുഭവമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ശരിക്കായിട്ടുള്ള ഒരു മർമ്മം എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനുശേഷം ആ വർഷം തന്നെ ഡിസംബറിൽ ഞാൻ സ്നാനമേറ്റു. ഡിസംബർ 31-ാം തീയതി. പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾ കഴിഞ്ഞ്, ചില മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ അനുഭവമായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 1976 അവസാനമാണ് എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ എന്ന ഒരു അസുഖം ബാധിക്കുവാനിടയായിത്തീർന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ സഹോദരിമാർ മാറി മാറിയിരിക്കും, ഞാനും മിക്കവാറും ചെല്ലാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കപ്പ് അതിൻ്റെ വേണ്ട അന്നത്തെ സൗകര്യം അനുസരിച്ചുള്ള ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഓപ്പറേഷന് വേണ്ടി അവരുടെ തലമുടിയെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഈ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വരച്ചതിന് ശേഷം അവരുടെ പല ടെസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മക്കളുടെ അമ്മയായതുകൊണ്ട് മൂത്ത മകൻ്റെയും ഭർത്താവിൻ്റെയും ഒപ്പ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് കഴിയുമോ അല്ലെങ്കിൽ കിടന്നു കഴിയുമ്പോൾ എഴുന്നേക്കണമെന്ന് ആ ഇരിപ്പിലിരുന്നാൽ അങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ തലച്ചോറ് മുഴുവനും പഴുപ്പ് കയറിയിരിക്കുകയാണ്. ആ നട്ടലിലേക്ക് ബാധിക്കാനും തുടങ്ങി. അങ്ങനെയുള്ള വലിയ അസ്വസ്ഥതയിലായിരുന്നു. ആ പരിസരത്തൊന്നും ആർക്കും ഇരിക്കാൻ തോന്നുന്നില്ല, അത്രയും പഴുപ്പിൻ്റെ ദുർഗന്ധമുണ്ട്. ഇത് കേട്ട മാത്രയിൽ, ഡോക്ടർ ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ അവർ നേരെ പേപ്പർ കൊടുത്തുകൊണ്ട്, ഒപ്പിടാനുള്ള പേപ്പർ കൊടുത്തുകൊണ്ട് അവിടെ കൂട്ടിരിക്കുന്ന എൻ്റെ സഹോദരി അറിയാതെ ഫെയ്ത്ത് ഹോമിലേക്ക് വന്നു. അന്ന് ഞങ്ങൾ ആരാധിക്കുന്നത് ലോ കോളേജ് ജംഗ്ഷൻ്റെ, തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഇപ്പോൾ SUCI ഓഫീസ് നിലനിൽക്കുന്ന 2 നില ബിൽഡിങ്ങിലായിരുന്നു. രാവിലെ ഒരു 9 മണിയായ സമയത്ത് അമ്മ ആരും അറിയാതെ ഇറങ്ങിപ്പോന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്. ഞാൻ അവിടെ ഉണ്ടെന്ന്, ഫെയ്ത്ത് ഹോമിലുണ്ടെന്ന് അറിയാം. അവിടെ വന്നു എൻ്റെ ഇത് കാണിച്ചിട്ട്, പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, ഒപ്പിട്, നിൻ്റെ അപ്പനെയും കൂടെ വിളിച്ചുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് വാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അബോധാവസ്ഥയിലായി. പിന്നെ അവർക്ക് ഓർമ്മയില്ല, ബൊമ്മ പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ ചായഞ്ഞ് വന്ന സമയത്ത് ഞാൻ തൂക്കി പിടിച്ചു, ഫെയ്ത്ത് ഹോമിനകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി വെള്ളമൊക്കെ കുടിപ്പിച്ചു. ചെറിയൊരു ഇത് മാറിയപ്പോൾ ഒപ്പിടാൻ തീരുമാനിച്ചു. ഞാൻ ഒപ്പിട്ട ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന്. അപ്പച്ചൻ ഡ്യൂട്ടി റെയിൽവേയിലാണ് ജോലി. ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം അമ്മയെ. ഒന്നും ഞാൻ പറഞ്ഞില്ല, അവരെ വഴക്കൊന്നും പറഞ്ഞില്ല. അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നത്, ആ കേട്ട വാർത്ത അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ
അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചു വിടണമെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇത് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ മറുപടിയാണ് എന്നെ അതിശയിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗശാന്തി വരമില്ല, നിനക്ക് രോഗശാന്തി വരമുണ്ട്, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തർക്കത്തിനൊടുവിൽ, ഒരു ആത്മീയപിതാവിനോടുള്ള തർക്കം പാടില്ലല്ലോ, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളം കൊടുത്തിട്ട് എന്നെക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിപ്പിച്ചു എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചു, ഈ വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ തന്നെ ഒരു മാറ്റം കാണുവാനിടയെ തീർന്നു. നമ്മൾ ഈ എന്തു പറയാൻ, വിശപ്പുള്ള ഒരാൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുമ്പോൾ ഒരു ആർത്തിയും ആവേശവും സന്തോഷവും മുഖത്ത് കാണുമല്ലോ, അത് കാണുവാനിടയായിരുന്നു അമ്മയുടെ മുഖത്ത്. ഒരു പ്രത്യേകത, രോഗശാന്തിയുടെ ഒരു പ്രത്യേകത എനിക്ക് കാണുവാൻ കഴിഞ്ഞു. പാസ്റ്റർ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ വ്യത്യാസമുണ്ടല്ലോ, കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി, ഇന്നത്തെ പോലുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ട് തിരിച്ചാക്കി. അപ്പോഴത്തേക്ക് എൻ്റെ സഹോദരിയും അടുത്തുള്ള ബെഡുകാരും നഴ്സസും എല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്, അമ്മയെ കാണാനില്ല. ഇന്നാണെങ്കിൽ ഒറ്റ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് അടുത്തെത്തും. അങ്ങനെ പരിഭ്രാന്തരായിരിക്കുന്നിടത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എവിടെയായിരുന്നു, എന്താ വിശേഷങ്ങളെ തിരക്കുകയും ഡോക്ടർമാർ പിന്നീട് അമ്മയെ ഒന്നേം ചെക്കപ്പ് ചെയ്തു. അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർമാരെന്നെ വരട്ടി. ഞാൻ 4 മണിക്ക് ചെന്നു. ഡോക്ടർമാരെന്നെ വരട്ടി. ഡോക്ടർമാരുടെ ചോദ്യം ഇതായിരുന്നു, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ടല്ലോ. ഞാൻ തർക്കുത്തരം പറയാൻ പോയി, എൻ്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഡോക്ടർമാർക്ക് ഉറപ്പായി, അവരിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. ആ മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ചിരുന്നു. ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷന് വേണ്ടി മാർക്ക് ചെയ്ത അതോടുകൂടി അതെല്ലാം ക്ലീൻ ചെയ്ത് അമ്മയെ 3-ാം ദിവസം ഡിസ്ചാർജ് ആക്കി. അതിശയമായി ഡോക്ടർമാർ തമ്മിൽ ചർച്ച ചെയ്തതിന് ശേഷം ആ ടീം ഓപ്പറേഷൻ വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, യേശു ഇന്നും ജീവിക്കുന്നു. തുടർന്നും എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ഞാനത് പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു മാത്രം കർത്താവാണ്. യേശു മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. വെറും ഒരു രോഗശാന്തിയല്ല, തീർത്തും ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന അതികഠിനമായിട്ടുള്ള, അല്ലെങ്കിൽ തലയോട്ടി ഇളക്കി ആണ് അന്നത്തെ ചികിത്സാ രീതി. ഇന്നതിൻ്റെ ആവശ്യമില്ല. അന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ കുറച്ച് നാൾ ജീവിക്കുമായിരുന്നായിരിക്കാം. പക്ഷേ ഒരു പ്രതിമ പോലെ അവരുടെ ജീവിതം കടന്നു പോകും. യേശു ജീവിക്കുന്നു. അവൻ ഇന്നും സൗഖ്യമാക്കുന്നു. ആ സൗഖ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ കരം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഈ യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.